ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. S4 ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസ് യു നോ, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിനാണ്. ടൈം 3 hours ആണ്. നമുക്ക് മെയിൻലി 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ എല്ലാ മൊഡ്യൂൾസിലെയും 2 ചോദ്യം വീതമാണുള്ളത്. ഈച്ച് ക്യാരീസ് 3 marks. പിന്നെയുള്ളത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ തന്നെ ഓരോ മൊഡ്യൂൾസിലെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒരു മൊഡ്യൂളിൽ 2 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. അതിൽ ഓരോ ചോദ്യങ്ങളും സബ് ഡിവൈഡഡ് ആയിരിക്കും. അപ്പം അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ ചെയ്താൽ മതി. സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 14 marks ആണ്. സോ മൊഡ്യൂൾ 3 സിലബസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്. അപ്പം അതിൽ ടോട്ടൽ, ന്യൂട്രൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് പ്രഷർ ഡയഗ്രാംസ്. ഇപ്പോൾ വളരെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതും അതുപോലെ പ്രഷർ ഡയഗ്രാംസ് വരയ്ക്കാനായിട്ടും എല്ലാം പ്രോബ്ലംസ് ചോദിക്കുന്ന ഇതാണ് ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ സിഗ്മയാണ്. ന്യൂട്രൽ അല്ലെങ്കിൽ അതിനെ പോർ പ്രഷർ എന്ന് പറയാം. പിന്നെ എഫക്റ്റീവ് പ്രഷർ. ഇപ്പോൾ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് ഈ ടോട്ടൽ പ്രഷറിനെ പോർ പ്രഷർ മൈനസ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. പിന്നെ പ്രഷർ ഡയഗ്രാംസ് ഇൻ സോയിൽ സാച്ചുറേറ്റഡ് ബൈ കാപ്പിലറി ആക്ഷൻ കാരണമുള്ള പ്രഷർ ഡയഗ്രാംസ്. പിന്നെ ക്വിക്സാൻഡ് കണ്ടീഷൻ. എന്താണ് ക്വിക്സാൻഡ് കണ്ടീഷൻ? അതിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ഇല്ല, പക്ഷേ കൂടുതലായിട്ടും അതിൻ്റെ ഡെഫിനിഷൻസ് എപ്പോഴും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ. അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് 5 marks ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 3 mark ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എപ്പോഴും വരുന്നതാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ. പിന്നെ വരുന്നതാണ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. That is introduction to Bosnick's equation for vertical pressure due to point load and line load. അപ്പോൾ ബോസ്നിക് ഇക്വേഷൻ നമുക്ക് വെർട്ടിക്കൽ പ്രഷറിൽ പോയിന്റ് ലോഡിലും ലൈൻ ലോഡിലുള്ള ബോസ്നിക് ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ അസംഷൻസ്, ലിമിറ്റേഷൻസ് ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലം. ദെൻ ദ വെർട്ടിക്കൽ പ്രഷർ ഡ്യൂ ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ബിനീത്ത് സ്ട്രിപ്പ്, സർക്കുലർ ആൻഡ് റെക്ടാങ്കുലർ ഷേപ്പ്. അപ്പം നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പിലും സ്ട്രിപ്പ് ഷേപ്പിലും ഒക്കെ അതിൻ്റെ പ്രോബ്ലംസേ ഉള്ളൂ, നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇത് വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആണുള്ളത്. വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോൺടാക്ട് പ്രഷർ ബിനീത്ത് ഫൂട്ടിങ്ങിൻ്റെ താഴെയുള്ള കോൺടാക്ട് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ്, 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ന്യൂമറിക്കൽ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അപ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡും ഇക്വലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ്, 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഈ മെത്തേഡ്സിലെല്ലാം നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രഷർ ഐസോബാർസ് എന്താണ്, പ്രഷർ ബൾബ്, പിന്നെ ന്യൂമാർക്സ് ചാർട്ട് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ. സോ അപ്പോൾ നമുക്ക് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് നീഡ് സ്കെച്ച് ഇല്ലുസ്ട്രേറ്റ് ദി പ്രൊസീജിയർ ടു ഡിറ്റർമൈൻ ദി സ്ട്രെസ് അണ്ടർ ആൻ ഇറഗുലർ ഷേപ്പ് ബിൽഡിംഗ്. സോ അപ്പോൾ ഇറഗുലർ ഷേപ്ഡ് ബിൽഡിങ്ങിലെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ, അതിലെ വെർട്ടിക്കൽ സ്ട്രെസ് ആയിക്കോട്ടെ ഹൊറിസോണ്ടൽ സ്ട്രെസ് ആയിക്കോട്ടെ, സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതാണ് ന്യൂമാൻസ് ചാർട്ട്. അപ്പോൾ ന്യൂമാർക്സ് ചാർട്ടാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂമാർക്സ് ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇറഗുലർ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. സോ ഇറ്റ്സ് എ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ്ഡ് ടു കമ്പ്യൂട്ട്. എന്തൊക്കെ കമ്പ്യൂട്ട് ചെയ്യാനാണ്? വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ദ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് of an area of any shape or geometry below any point that lies either below or outside the loaded area. ഒന്നല്ലെങ്കിൽ ലോഡഡ് ഏരിയയുടെ താഴെയായിരിക്കാം അല്ലെങ്കിൽ പുറമേ ആയിരിക്കാം. അപ്പോൾ എവിടെ വേണമെങ്കിലും ലോഡ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും യൂസിങ് ന്യൂമാർക്സ് ചാർട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ബോസ്നിക് ഇക്വേഷൻ. അപ്പം ന്യൂമാർക്സ് ചാർട്ട് എന്ന് പറയുമ്പം അത് ബേസിക്കലി 9.5 സർക്കിൾസ് ആണ് ഇതിനുള്ളത്. 9.5 സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിന് 9.5 സർക്കിൾസിൻ്റെ റേഡിയസ് ഉണ്ട്. അതിലെ 10th സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബിക്കോസ് അത് ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഡ്രോ ചെയ്യാറില്ല. അപ്പോൾ 10 സർക്കിൾസ്, അപ്പോൾ 10th സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ലോഡഡ് ഏരിയയുടെ ഒരു പ്ലാൻ നമ്മൾ ട്രേസിങ് പേപ്പർ വെച്ച് ട്രേസ് ചെയ്ത് നമ്മൾ ന്യൂമൻ ചാർട്ടിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളുടെ ഈ സെൻട്രൽ പോർഷൻ്റെ താഴേക്കാണ് നമ്മൾ കൂടുതലായിട്ടും അത് വെക്കുന്നത്. ദെൻ ദ പോയിന്റ് പി എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഡ് ആക്ട് ചെയ്യേണ്ട ഏരിയ. അപ്പം നമ്മൾ ട്രേസിങ് പേപ്പറിൽ പ്ലാൻ വരച്ചിട്ട് വെക്കുന്നത് ഇത് എങ്ങനെയായിരിക്കണം? ഈ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മളുടെ ഇതിൻ്റെ സെൻറ്ററുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്.
അപ്പോൾ ഇതിൽ സ്കെയിലിംഗ് എടുക്കുമ്പോൾ ഇപ്പോൾ ലോഡഡ് ഏരിയയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലെങ്ത് നമ്മൾ വരച്ചു എ ബി ആണ്. എ ബി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് എന്തിനോട്, അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഡെപ്തിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എ ബി 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ഈസ് ടു 1. ഇവിടുത്തെ 1 യൂണിറ്റ് ആയിരിക്കും, അവിടുത്തെ 2 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ സ്കെയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ സ്കെയിൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ പ്ലാനിനെ നമ്മൾ ഇവിടേക്ക് വെക്കാൻ. അപ്പം നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു 1/mn ഇൻറ്റു ക്യൂ ഇൻറ്റു എൻ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതിൽ 1/mn എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഇൻഫ്ലുവൻസ് ഫാക്ടർ. This is the influence factor and Q എന്ന് പറയുന്നത് intensity of load ആണ്. Q is the intensity of load and N is the equivalent number of areas covered by plan area. Plan area cover ചെയ്ത equivalent area ആണ് N എന്ന് പറയുന്നത്. ഇതിൽ 1/mനെ നമുക്ക് ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്ന് പറയാം. ഇതിൽ M എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഈ കോൺസെൻട്രിക് സർക്കിൾസിന്റെ നമ്പർ ആണ് M എന്ന് പറയുന്നത്. ആൻഡ് N is the radial lines. ഇതിന് ചുറ്റുമുള്ള ഇങ്ങനത്തെ റേഡിയൽ ലൈൻസിനാണ് N എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂമൻസ് ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള ഏരിയയുടെ യൂണിഫോംലി ആക്ട് ചെയ്യുന്ന ലോഡ്സിൻ്റെ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഏതൊരു പൊസിഷനിലാണെങ്കിലും നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂമാർക്സ് ചാർട്ടാണ്. So next is explain what is meant by quicksand condition. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്വിക്സാൻഡ് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അതൊരു സാൻഡ് അല്ല, അതൊരു കണ്ടീഷനാണ് അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ ആണ്. അപ്പോൾ ക്വിക്സാൻഡ് എന്ന് പറയുന്ന ഒരു സാൻഡിൻ്റെ പേരൊന്നുമല്ല, അതൊരു ഫിനോമിനൻ ആണ് ബേസിക്കലി. സോ ഇറ്റ് ഈസ് ആക്ച്വലി കണ്ടീഷൻ ഓഫ് ഫ്ലോ ആണ്. ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഓഫ് ഫ്ലോ. എപ്പോഴാണ് വരുന്നത്? ഒരു അപ്വേർഡ് ആയിട്ടുള്ളൊരു സീപ്പേജ് ഫ്ലോ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ക്വിക്സാൻഡ് കണ്ടീഷൻ ഇസ് എ കണ്ടീഷൻ ഓഫ് ഫ്ലോ in which a vertical upward sewage flow causes floating condition of a particle in cohesionless soil as sand and fine gravel. അപ്പോൾ ഒരു cohesionless soil ഒരു ഫ്ലോട്ടിംഗ് ഫിനോമിനൻ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് എന്തുണ്ടാകുമ്പോൾ? വേർട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്വേർഡിലേക്ക് പോർ പ്രഷർ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടീഷൻ, അപ്പോൾ ഒരു ക്വിക്സാൻഡ് കണ്ടീഷൻ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് വേണ്ട കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അതൊരു കൊഹഷൻലെസ് സോയിൽ ആയിരിക്കണം. അപ്പോൾ കൊഹഷൻലെസ് സോയിൽ ആയിരിക്കണം. ദാറ്റ് ഇസ് C is equal to 0 ആയിരിക്കണം. അപ്പോൾ C 0 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ സാൻഡ്, അതുപോലെ ഫൈൻ ഗ്രേവൽ. പക്ഷേ വലിയ ഗ്രേവലൊന്നും നമുക്ക് കൊഹഷൻലെസ് എന്ന് പറയാൻ പറ്റും. വലിയ ഗ്രേവലിൽ എന്തായാലും ക്വിക്സാൻഡ് നടക്കില്ല, കാരണം ബിക്കോസ് എൻ്റെ പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ആണ്. അപ്പോൾ ഫൈൻ ഗ്രേവലിലും സാൻഡിലുമാണ് കൂടുതലായിട്ടും ക്വിക്സാൻഡ് കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കൊഹഷൻലെസ് സോയിൽ ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ടോ is equal to C plus sigma tan phi ആണ്. അപ്പോൾ ഇവിടെ C 0 ആവുന്നു. അപ്പോൾ ടോ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം? അത് കൊഹഷൻലെസ് സോയിൽ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കൊരു അപ്വേർഡ് ആയിട്ടുള്ള സീപ്പേജ് ഫ്ലോ വേണം. അപ്പോൾ വേർട്ടിക്കൽ അപ്വേർഡ് സീപ്പേജ് ഫ്ലോ വേണം. അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കണം? മുകളിലേക്കായിരിക്കണം. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സബ്മേർജ്ഡ് ആയിട്ടുള്ള യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ സബ്മേർജ്ഡ് പ്രഷർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? അപ്പം സബ്മേർജ്ഡ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ പോർ വാട്ടർ പ്രഷറിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താവും? 0 ആവും. അപ്പോൾ എഫക്റ്റീവ് പ്രഷർ അവിടെ 0 ആവുകയാണ് ചെയ്യുന്നത്. So in such cases, the cohesionless soil loses all of their shear strength and bearing capacity and a visible agitation of soil grain is observed. അപ്പം അതിൻ്റെ bearing capacity-യും shear stress എല്ലാം അത് കംപ്ലീറ്റ്ലി ലോസ് ചെയ്യാണ് ചെയ്യുന്നത് ക്വിക്സാൻഡ് കണ്ടീഷനിൽ. അപ്പോൾ ഈ ഒരു ഫിനോമിനനെ നമുക്ക് ബോയിലിംഗ് എന്നും പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബോയിലിംഗ് ഓർ എ ക്വിക്സാൻഡ് കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ ബോയിലിംഗ് അല്ലെങ്കിൽ ക്വിക്സാൻഡ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴൊക്കെയാണ്? സോ വെൻ ദ സീപ്പേജ് ഫ്ലോ ടേക്ക് പ്ലേസ് ഇൻ ആൻ അപ്വേർഡ് ഡയറക്ഷൻ, സീപ്പേജ് ഫ്ലോ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ നടക്കുമ്പോൾ
The seepage pressure also act in the upward. അപ്പോൾ seepage flow upward ആണെങ്കിൽ seepage pressure എങ്ങോട്ടായിരിക്കും? upward directionലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ effective pressure എന്ത് പറ്റും? reduce ചെയ്യുകയാണ് ചെയ്യുന്നത്. And also pressure in the downward direction due to. ഇനി submerged weight കാരണം നമുക്കൊരു downward pressure ഉണ്ടാവും. സോ അപ്പോൾ ഇവിടുത്തെ upward ആയിട്ടുള്ള seepage pressure എന്തിനോട് ഈക്വൽ ആയിരിക്കും? downward ആയിട്ടുള്ള pore pressureനോട്, submerged weightനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ submerged weightഉം നമ്മുടെ seepage flowയും ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മുടെ എഫക്റ്റീവ് പ്രഷർ എന്തായി മാറും? 0 ആയി പോകും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി 0 ആയി മാറും. ഇഫ് seepage pressure become equal to the pressure due to submerged weight of the soil, the effective pressure is reduced to 0. അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരുമ്പോൾ രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്ത് നമ്മളുടെ എഫക്റ്റീവ് പ്രഷർ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ക്വിക്സാൻഡ് കണ്ടീഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ എഫക്റ്റീവ് പ്രഷർ 0 ആയിരിക്കണം, കൊഹഷൻലെസ് സോയിൽ ആയിരിക്കണം, അതുപോലെ അപ്വേർഡ് ആയിട്ടുള്ള ഒരു സീപ്പേജ് ഫ്ലോയും വേണം. സോ ഇതാണ് ഫിഗർ. ഇതിപ്പോൾ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിന്റെ ഫിഗർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഒരു 5 മാർക്സ് 7 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുക്കുക. സോ നെക്സ്റ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം പാർട്ട് ബി. സോ ഫസ്റ്റ് പ്രോബ്ലം, a water tank is supported by a ring foundation having an outer diameter of 7.5 meter and an inner diameter of 5 meter. The ring foundation transmits uniform load intensity of 200 kilonewton per meter square. Compute the vertical stress induced at a depth of 5 meter below the center of the ring foundation using Bosnick's equation. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു ഔട്ടർ ഡൈയും ഇന്നർ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഡ് ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. അപ്പം നമുക്ക് ആദ്യം ലോഡ് ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട് 200 kilonewton per meter square ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഇന്നർ ഡയമീറ്റർ എന്ന് പറഞ്ഞ് 7.5 മീറ്റർ ആൻഡ് ഇന്നർ ഡയമീറ്റർ 5 മീറ്റർ. അപ്പം R0 ഔട്ടർ ഡയമീറ്റർ, അപ്പം D0 ആണ് തന്നിരിക്കുന്നത് 7.5 ആണ്. അപ്പം R0 എന്ന് പറയുന്നത് ഇതിൻ്റെ by 2 അല്ലേ? അപ്പം 3.75 മീറ്റർ ആണ്. ഇനി നമുക്ക് ഇന്നർ ഡയം തന്നിട്ടുണ്ട് 5 മീറ്റർ ആണ്. അപ്പോൾ R1 is equal to Ri is equal to 5/2, that is 2.5 മീറ്റർ. അപ്പം നമുക്ക് സർക്കുലർ റിങ്ങിൻ്റെ കേസിൽ നമുക്ക് ബോസ്നിക് ഇക്വേഷൻ എന്താണ്? സർക്കുലർ റിങ്ങിൽ ബോസ്നിക് ഇക്വേഷൻ QZ is equal to Q into 1 minus 1 by 1 plus R by Z the whole square raised to 3/2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി നമുക്കിവിടെ ഇസഡ് തന്നിട്ടുണ്ട് ഇല്ലേ? ഇസഡ് എന്താണ്? ഡെപ്ത് ഓഫ് 5 മീറ്റർ. അപ്പം ഇസഡും ഗിവൺ ആണ് 5 മീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നർ ഡയമീറ്ററും അതുപോലെ തന്നെ ഔട്ടർ ഡയമീറ്ററും തന്നിരിക്കുമ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇതിൽ നിന്നും ഫസ്റ്റ് ഔട്ടറിൻ്റെ ബോസ്നിക് സ്ട്രെസ് മൈനസ് ഇന്നറിൻ്റെ വരും. അപ്പോൾ ദ ഇക്വേഷൻ ചേഞ്ചസ് ടു Q ഇൻറ്റു 1/1 മൈനസ് 1 പ്ലസ് ആദ്യം ഔട്ടറിൻ്റെയാണ് എടുക്കേണ്ടത്. മൈനസ് Q ഇൻറ്റു ഇന്നറിൻ്റെ. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ R0/Z എത്രയാണ്? 3.75 divided by 5, that is 0.75 ആണ്. ഇനി Ri/Z is equal to 2.5 divided by 5, that is 0.5. ഈ രണ്ട് വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് ഈ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ക്യൂയുടെ വാല്യൂ നമുക്കറിയാം
200 ആണ്. 1 minus ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 40.6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തത്? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട്, Z 5 മീറ്റർ ഗിവൺ ആണ്, ക്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നത് എടുത്ത് എഴുതുക, എന്നിട്ട് ബോസ്നിക് ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് R0/Z കണ്ടുപിടിച്ചു, പിന്നെ RI/Z. അതിനുശേഷം ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ സിഗ്മ Z കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. സോ അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Next is a square footing 5 meter by 5 meter is to carry a load of 4000 kilonewton. Calculate the vertical stress at point 5 meter below the center of the foundation, where m is equal to n is equal to 0.5 and take in is equal to 0.084. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ് തന്നിരിക്കുന്നത്. സ്ക്വയർ ഫൂട്ടിംഗ് ആകുമ്പോൾ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് സിഗ്മ Z കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 4Q into IN ആണ്. 4Q into IN. അപ്പോൾ ഇവിടെ Q അല്ല, നമുക്ക് ക്യാപിറ്റൽ Q ആണ്, യൂണിറ്റ് ലോഡ് അല്ല തന്നിരിക്കുന്നത്, ക്യാപിറ്റൽ Q. Q is given as 4000 kilonewton. ഇതിൽ നമുക്ക് Q കണ്ടുപിടിക്കണം. Q is equal to Q/A. That is equal to 4000 by ഇവിടുത്തെ ഏരിയ എന്താണ്? 5 into 5. അപ്പോൾ നമുക്ക് 160 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ Q കിട്ടി. അപ്പം നമുക്ക് ബാക്കി ഇനി IN ഗിവൺ ആണ്. IN 0.084 ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ QZ is equal to 4 into 160 into 0.084 and the answer is 53.76 kilonewton per meter square. സോ അപ്പോൾ ഇത് ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എല്ലാം ഗിവൺ ആണ്. ആകെ Q മാത്രം നമുക്കൊന്ന് കണ്ടുപിടിക്കണം, Q/A. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ടു ദ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ വെർട്ടിക്കൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് എത്രയാണ്? 53.76 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sketch the variation in total stress, effective stress and pore pressure up to a depth of 5 meter below ground level. The water table is 2 meter below the ground level. Dry unit weight of the soil is 18 kilonewton per meter cube and water content 12%. Specific gravity 2.65. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ സ്ട്രെസ്സും പോർ വാട്ടർ പ്രഷറും അതുപോലെ തന്നെ എഫക്റ്റീവ് സ്ട്രെസ് എല്ലാം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡയഗ്രാം ഫസ്റ്റ്, അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്ന വാട്ടർ ടേബിളിൻ്റെ ആ ഡയഗ്രത്തിന് മാർക്കുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. And then the water table is 2 meter. Water table 2 meter below the ground level ആണ്. അപ്പോൾ water table 2 meter. അപ്പോൾ ബാലൻസ് വരുന്നത് 3 meter ആണ്. സോ ഇവിടെ വാട്ടർ ടേബിൾ വന്നു. ദിസ് ഇസ് ദ ഗ്രൗണ്ട് ലെവൽ. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഇതിന് നമുക്ക് 1 കൊടുക്കാം. ലെറ്റ്സ് നെയിം ദിസ് ഇസ് 2 3. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അറിയാം, 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. പിന്നെ വാട്ടർ കണ്ടന്റ് അറിയാം, ദാറ്റ് ഇസ് 12%, 0.12 ആൻഡ് G is 2.65.
അപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതാണ് വാട്ടർ ടേബിളിൻ്റെ മേളിലുള്ള പോർഷൻ. ഇപ്പോൾ വാട്ടർ ടേബിളിൻ്റെ മേളിലുള്ള പോർഷന് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ വാട്ടർ ടേബിളിൻ്റെ താഴെയുള്ളതാകുമ്പോൾ അവിടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് വെയിറ്റ് ആണ് വേണ്ടത്. അപ്പം നമുക്കിവിടെ ആകെ തന്നിരിക്കുന്നത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പം ഡ്രൈ യൂണിറ്റ് വെയിറ്റിനെയും ബൾക്ക് യൂണിറ്റ് വെയിറ്റിനെയും റിലേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം ഗാമ ഈസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 + W. ഇങ്ങനൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വാട്ടർ കണ്ടന്റ് ഓൾറെഡി നോൺ ആണ്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അറിയാം. അപ്പം നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 1 + 0.12 വിച്ച് ഇസ് 20.16 kN/m³. അപ്പം നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, അപ്പോൾ ഈ 2 മീറ്റർ ഫസ്റ്റ് ലെവലിൽ വരുന്ന ഈ 2 മീറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൾക്ക് യൂണിറ്റ് വെയിറ്റ് നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് 20.16 kN/m³. ഇനി നമുക്ക് വേണ്ടത് ഗാമ സാച്ചുറേറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കാൻ ഗാമ സാച്ചുറേറ്റഡ് ഇസ് ഈക്വൽ ടു G + E ഇൻറ്റു 1 + E ബൈ ഗാമ W ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേം അറിയില്ല. അപ്പോൾ ഈ കണ്ടുപിടിക്കാനായിട്ട് ഗാമ ഡിയും ജിയും ഇയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വേണം. ദാറ്റ് ഇസ് G ഗാമ W ഇൻറ്റു 1 + E. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ കണ്ടുപിടിക്കണം. അപ്പോൾ G നമുക്കറിയാം 2.65 ഇൻറ്റു 9.81 ബൈ 1 + E ഈക്വൽ ടു 18. ഇതിൽ നിന്ന് നമുക്ക് E ഇസ് ഈക്വൽ ടു 0.44 കിട്ടും. ആൻഡ് ദെൻ ഈ ഇനെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഗാമ സാച്ചുറേറ്റഡ് ഇസ് ഈക്വൽ ടു 2.65 പ്ലസ് 0.44 into 9.81 which is 21.02 kN/m³. അപ്പോൾ നമുക്ക് ഗാമ സാച്ചുറേറ്റഡ് കിട്ടി. ദാറ്റ് ഈസ് 21.02 kN/m³. അപ്പോൾ നമ്മൾ ഗാമ കണ്ടുപിടിച്ചു, ഗാമ സാച്ചുറേറ്റഡ്, കാരണം വാട്ടർ ലെവലിന് താഴെയുള്ളതെല്ലാം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഗാമയായിരിക്കും. അങ്ങനെ നമ്മൾ ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിച്ചു. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സ്ട്രെസ്, എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് പോർ പ്രഷർ അപ് ടു ഡെപ്ത് ഓഫ് 5 മീറ്റർ ആണ്. അപ്പം നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ്സും ടോട്ടൽ സ്ട്രെസ്സും പോർ പ്രഷർ സ്ട്രെസ്സും ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാനായി നമുക്ക് നേരത്തെ ഫിഗർ ഒന്നുകൂടെ ഒന്ന് ഇവിടെ വരയ്ക്കാം. So this is level 1, this is level 2, this is level 3. Two meter, 3 meter. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഗാമ ഇൻറ്റു ഇസഡ്. ടോട്ടൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഗാമ ഇൻറ്റു ഇസഡ് ആണ്. ആൻഡ് പോർ വാട്ടർ പ്രഷർ ഇസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആൻഡ് എഫക്റ്റീവ് പ്രഷർ ഇസ് -U. അപ്പം ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പം ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗാമ ഇൻറ്റു ഇസഡ് ആണ്. പോർ വാട്ടർ പ്രഷർ ഗാമ W ഇൻറ്റു എച്ച്, അതായത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ വാട്ടർ ടേബിൾ, ആൻഡ് ഗാമ ആൻഡ് സിഗ്മ ഡാഷ്, ദാറ്റ് ഈസ് ദ എഫക്റ്റീവ് പ്രഷർ ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ മൈനസ് യൂണിറ്റ് പോർ വാട്ടർ പ്രഷർ ആണെന്നറിയാം. ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ കേസിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെവൽ 1 നമ്മൾ ലെവൽ 1 നോക്കുമ്പം സിഗ്മ ഈസ് ഈക്വൽ ടു, അപ്പം നമുക്കിവിടെ ഗാമയില്ല, ഇസഡ് ഒന്നുമില്ല, 0 ആണ്, യുവും 0 ആണ്. ഹെൻസ്
0, കാരണം നമുക്ക് വാട്ടർ ടേബിൾ വരുന്ന ഹൈറ്റ് അങ്ങനെയൊന്നും ഫസ്റ്റ് ലെവലിലില്ല. ഇനി നമുക്ക് സെക്കൻഡ് ലെവൽ 2 നോക്കുമ്പോൾ u is equal to gamma into z. അപ്പോൾ ഗാമ ഇവിടെ എന്താണ് 20.16 and what is the height 2 and the answer is 40.32. So 40.32 kilonewton per meter cube ആണ്. ഇനി സോറി ദാറ്റ് ഇസ് ടോട്ടൽ പ്രഷർ ആണ് കേട്ടോ. ഇനി പോർ വാട്ടർ പ്രഷർ ഇവിടെ വാട്ടർ ടേബിൾ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ടേബിൾ എബോവിൽ ഇവിടെ മുകളിൽ വാട്ടർ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് u is equal to 0 ആണ്. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് പ്രഷർ വരുന്നത് 40.32 തന്നെയാണ് മീറ്റർ ക്യൂബ്. ഇനി നമുക്ക് തേർഡ് ലെയർ നോക്കാം. ലെയർ 3 വരുമ്പോൾ ടോട്ടൽ പ്രഷർ എന്തൊക്കെയാണ്? ഇവിടെ ഈ ലെവലിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ നിന്ന് വരുന്ന ഗാമ ഇൻറ്റു Z1 പിന്നെ ഈ സാച്ചുറേറ്റഡ് ഗാമ കാരണം വരുന്നത്. അപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കാരണം ഈ ലെയറിലുള്ള ഗാമ കാരണമുള്ളതും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയർ കാരണമുള്ളതും വേണം. അപ്പോൾ എന്തൊക്കെയാണ്? ഗാമ ഇൻറ്റു അപ്പോൾ 20.16 ഇൻറ്റു 2 പ്ലസ് 21.02 ഇൻറ്റു 3 is 40.32 plus 63.09, that is 103.44 kilonewton per meter cube. ഇനി നമുക്ക് ഇവിടെ പോർ വാട്ടർ പ്രഷർ ഉണ്ട്. u is equal to gamma w, that is 9.81 into ഇവിടെ വാട്ടർ ടേബിൾ വരുന്നത് ഏത് ഹൈറ്റിലാണ്? 3, that is 29.43. ആൻഡ് ഇനി എഫക്റ്റീവ് പ്രഷർ നമുക്ക് നോക്കാം. 44 minus 29.43 is equal to 73. ഓക്കെ, അപ്പം നമുക്കിവിടെ ഫസ്റ്റ് ലെയറിൻ്റെ ടോട്ടൽ പ്രഷറും പോർ വാട്ടർ പ്രഷറും എഫക്റ്റീവ് പ്രഷറും കിട്ടി. അങ്ങനെ എല്ലാ ലെയറിൻ്റെയും നമുക്ക് കിട്ടി. ഇനി ഇത് വെച്ച് നമുക്ക് യു ഹാവ് ടു ഡ്രോ ദ ഡയഗ്രം അല്ലേ, സ്കെച്ച് ദ വേരിയേഷൻസ്. അപ്പം നമുക്കിനി വേരിയേഷൻസ് സ്കെച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടോട്ടൽ പ്രഷറിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെസ്സിൻ്റെ നമ്മൾ വേരിയേഷൻ സ്കെച്ച് ചെയ്യുമ്പോൾ അപ്പം നമുക്കറിയാം അതിൻ്റെ ഫസ്റ്റ് ലെവല് അപ്പോൾ ഇതാണ് 1, this is level 2 and level 3. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുമ്പോൾ ഫസ്റ്റ് ലെവലിൽ നമുക്ക് ടോട്ടൽ പ്രഷർ 0 ആണ്. അപ്പോൾ 0യിലേക്ക് പോയി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ എത്തിയപ്പം അത് 40.32 ആയി. ദാറ്റ് ഈസ് എ സെക്കൻഡ് ലെയർ. ഇത്രയും 40.32 ആണ്. ഇനി തേർഡ് ലെയറിൽ എത്തിയപ്പോൾ ദാറ്റ് ഈസ് 103.38 ആയി. സോ അപ്പോൾ അതിൻ്റെ പ്രഷർ ഡയഗ്രാം അങ്ങനെ. Now the second layer. ഈ സെക്കൻഡ് ലെയർ എടുക്കുമ്പോൾ യൂണിറ്റ് പ്രഷർ ആണ്. ദിസ് ഇസ് ദ ടോട്ടൽ പ്രഷർ, യൂണിറ്റ് പ്രഷർ ആൻഡ് എഫക്റ്റീവ് പ്രഷർ. ഇനി യൂണിറ്റ് പോർ വാട്ടർ പ്രഷർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രഷർ ഓർ പോർ വാട്ടർ പ്രഷറിൻ്റെ അല്ലെങ്കിൽ പോർ വാട്ടർ കാരണം ഉണ്ടാകുന്ന ആ സ്ട്രെസ്സിൻ്റെ നമുക്ക് ഫസ്റ്റ് ലെയറിൽ 0 ആണ്, സെക്കൻഡ് ലെയറിലും എന്താണ് 0 ആണ്. അപ്പോൾ ഇത് രണ്ടും 0 ആൻഡ് തേർഡ് ലെയറിൽ നമുക്ക് 29.43. സോ ലെറ്റ്സ് ചെക്ക്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ 0 ആണ്, സെക്കൻഡ് ലെയർ എന്താണ് 0 തന്നെയാണ്, തേർഡ് ലെയറിൽ 29.43 ആണ്. ഇനി എഫക്റ്റീവ് സ്ട്രെസ്സിലേക്ക് വരുമ്പം ഫസ്റ്റ് ലെയറിലെ എഫക്റ്റീവ് സ്ട്രെസ്സും 0 ആണ് ആൻഡ് സെക്കൻഡ് ലെയറിൽ വരുമ്പോൾ അത് 40.32 ആണ്, 40.32 ആൻഡ് തേർഡ് ലെയർ 73.98. ദാറ്റ് ഈസ് സോ അപ്പോൾ ഇതാണ് വേരിയേഷൻസ് ഇൻ സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇത് മൂന്നും വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കുക. അപ്പം ഈ ഫിഗറിന് മാർക്ക് ഉണ്ട്, അതിനുശേഷം കാൽക്കുലേഷൻസ് ചെയ്യുക, ദെൻ ഫൈനലി വേരിയേഷൻ ഡയഗ്രാം വരയ്ക്കുക. ഇത്രയും ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം സെയിം പ്രൊസീജിയറാണ്, ജസ്റ്റ് വാല്യൂ മാറ്റി കൊടുത്താൽ മതി.
In question number 16a, calculate the change in stress, that is the total stress, effective stress and pore pressure if the water table drops by 1 more meter. അതായത് വാട്ടർ ടേബിൾ 1 മീറ്റർ കൂടി ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ വാട്ടർ ടേബിൾ വന്നിരുന്നത് 2 മീറ്റർ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ, 2 മീറ്ററിന് താഴെയായിരുന്നു. ഇതല്ലേ ഗ്രൗണ്ട് ലെവൽ. അപ്പൊ ഈ കേസിൽ പറയുന്നത് നമ്മൾ ഒരു ലെവൽ കൂടി താഴ്ന്നാൽ, that is you have to 3 meter. അപ്പോൾ ഇവിടെ വരുന്നത് 2 മീറ്റർ ആണ്. നമുക്ക് സെയിം പ്രൊസീജിയർ അല്ല. അപ്പം നമുക്കൊന്ന് ഇപ്പം ഇവിടുത്തെ ഗാമ എന്താണ് നമുക്കറിയാം, 20.16. ഇവിടുത്തെ ഗാമ സാച്ചുറേറ്റഡ് 21.02. അപ്പം ഇവിടെ വാട്ടർ ടേബിൾ വന്നിരിക്കുന്നത് എവിടെയാണ്? 3 മീറ്ററിലാണ്. അപ്പോൾ ബാലൻസ് 2 മീറ്റർ. അപ്പോൾ ഫസ്റ്റ് കേസ് പോലെ തന്നെ ഇവിടെയും U0 ആണ്, സിഗ്മ 0 ആൻഡ് എഫക്റ്റീവ് പ്രഷർ, എഫക്റ്റീവ് സ്ട്രെസ് ഓൾസോ 0. ഇനി ലെവൽ 2 വരുമ്പം ടോട്ടൽ സ്ട്രെസ് ഇവിടെ 20.16 ഇൻറ്റു 3. ഇവിടെ വരുമ്പോൾ വാല്യൂ മാറി ഇൻറ്റു 3 ആയി. U0 തന്നെയാണ്. എഫക്റ്റീവ് പ്രഷർ വരുമ്പോൾ എങ്ങനെയാണ്? ഈ വാല്യൂ തന്നെയാണ്, അതായത് 60.48. ആണ്. ഇനി നമ്മൾ തേർഡ് ലെവൽ. അപ്പോൾ തേർഡ് ലെയറിൽ നോക്കും. അപ്പോൾ സിഗ്മ നേരത്തെ പോലെ തന്നെ ഈ 2 ലെയറിലെയും കൺസിഡർ ചെയ്യുക. അപ്പോൾ 20.16 ഇൻറ്റു 3 പ്ലസ് 21.02 ഇൻറ്റു 2. ഇപ്പം യു എന്താണ്? ഗാമ ഡബ്ല്യു. അപ്പം 9.81 ഇൻറ്റു ഇവിടുത്തെ എച്ച് എന്താണ്? 3. നേരത്തെ കേസിൽ 2 ആയിരുന്നു, ഇവിടെ വരുമ്പോൾ 3 ആവും. ഇനി എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 2 മൈനസ് 1 വാല്യൂ ആണ്. അപ്പം നേരത്തെ ഗ്രാഫ് തന്നെ യു ഫസ്റ്റ് ലെയറിൽ 0 ആണ്, സെക്കൻഡ് ലെയറിൽ 60.38, തേർഡ് വരുമ്പോൾ 102.5. ഇപ്പോൾ 102.52. ഇനി ഇവിടെ യു ഫസ്റ്റ് ലെയറിൽ U1 0 ആണ്, സെക്കൻഡ് ലെയറും 0 ആണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ 0 വരയ്ക്കുന്നു. ആൻഡ് 19.62 വന്നു. അപ്പോൾ ദ ഡയഗ്രാം ഇസ് സിമിലർ ടു ദ പ്രീവിയസ് വൺ, ജസ്റ്റ് ഡിഫറൻസ് ഉള്ളത് വാല്യൂസിൽ മാത്രമാണ്. അപ്പം ഇവിടെ സിഗ്മ ഡാഷ് 1 0 ആണ്, സിഗ്മ ഡാഷ് 2 നമുക്ക് വാല്യൂ ഉണ്ട്, ആൻഡ് സിഗ്മ 3ക്ക് വാല്യൂ ഉണ്ട്. ദിസ് ഇസ് ദ ഡയഗ്രാം. ഓക്കെ, ഇതാണ്. അപ്പം ഇതിൻ്റെ ഇക്വേഷൻസ്. അപ്പം ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്, ടോട്ടൽ സ്ട്രെസ്സും പോർ വാട്ടർ പ്രഷറും എഫക്റ്റീവ് സ്ട്രെസ്സും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറെ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ജസ്റ്റ് വാല്യൂസ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഡയഗ്രാം വരയ്ക്കുക, എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക, ഇന്റർ കണക്ട് ചെയ്ത് റിലേഷൻഷിപ്പ് വെച്ചിട്ട് എല്ലാം നമുക്ക് വേണ്ട വാല്യൂസ് കണ്ടുപിടിക്കുക ആൻഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുക. ഇത്രയും ചെയ്താൽ നമുക്കതിന് ഫുൾ മാർക്കാണ് കിട്ടുന്നത്. സോ താങ്ക് യു.